ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മളെന്തായാലും വന്നിരിക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D ലിങ്ങളൊക്കെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവത്തുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും സെറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നമ്മളെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D ലിങ്ങളൊക്കെയാണ് നമ്മളെന്തായാലും നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വീഡിയോകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വീഡിയോകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മുടെ എല്ലാ വണ്ടികളും നമ്മുടെ ഗാരേജിലോട്ട് നമ്മൾ മാറ്റി വണ്ടികളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി നമ്മളെന്തായാലും സെറ്റാക്കി നമ്മളെന്തായാലും ഫുള്ളായിട്ട് എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റേസറും കണക്കെ എന്തായാലും നമ്മളെ റേസിന് കണക്കെ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ റേസിന് കണക്കെ പോയി നമ്മളെല്ലാം സൂപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേസ് കണക്ക് എയർപോർട്ടിലായിരുന്നു. അയാളോട് നമ്മളെന്തായാലും ബെറ്റ് കണക്ക് വെച്ചിട്ടുണ്ട്. ആ ബെറ്റിൽ കണക്ക് നമ്മൾ ജയിച്ചിട്ടുണ്ട്. വെച്ചാൽ അയാൾക്ക് നല്ല സുഖമായിട്ട് ജയിക്കാനായിട്ട് എന്തായാലും പറ്റുമായിരുന്നു. പക്ഷെ അയാൾക്ക് നല്ല നേരെ വണ്ടികളൊക്കെ ഓടിക്കാൻ അറിഞ്ഞൂടാ. അയാൾക്ക് എന്തായാലും ഗിയർ എങ്ങനെയാണ് മാറ്റേണ്ടത് ഒന്നും തന്നെ അയാൾക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് ഗിയറിന് എന്താണെന്ന് അറിഞ്ഞൂടാ സത്യത്തിൽ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഐറ്റങ്ങളൊക്കെ. അപ്പം നമുക്കങ്ങനെ ഒരു കിടുക്കാച്ചായിട്ടുള്ള വണ്ടികളൊക്കെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കെന്തായാലും നേരെ എന്തായാലും അതാണ് താഴോട്ട് കേരളമൊക്കെ പോകണം. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും ടക്കേന്ന് ഇറങ്ങിയതായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റ് ഗൈസ് നമ്മുടെ കമ്പനിയിൽ ഞങ്ങളൊക്കെ പോകാനായിട്ട് ഞാൻ നിൽക്കണം. ഇന്നെന്തായാലും എനിക്ക് എന്തായാലും കമ്പനികളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നെന്തായാലും നമ്മുടെ കമ്പനിയിൽ ഞങ്ങളൊക്കെ പോകണം. ഞാൻ ഈ ദിവസം വരെ ഞാൻ ചുമ്മാ വീട്ടിലിങ്ങനെ കിടക്കുകയായിരുന്നു. ഓരോ ദിവസം വീഡിയോ ഒക്കെ ഇട്ട് കിടക്കുകയായിരുന്നു. ഇനി പക്ഷേ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ജോലിയിലൊക്കെ ഒന്ന് നോക്കണ്ടേ, അതുകൊണ്ടാണ്. നമുക്ക് ഓൾറെഡി കുറേ ജോലികളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീലിംഗ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കമ്പനിയിലുള്ള ജോലിയുണ്ട്. അതൊക്കെയാണ്. ഞാൻ ഇവിടെ നമ്മുടെ ബാഗും എടുത്ത് എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏത് വണ്ടി പോകാമെന്നാണ് ഞാൻ ആലോചിക്കണത്. നമ്മുടെ ഫോർച്യൂണർ ഇവിടെ കിടക്കണം. ഈ വണ്ടി അധികം ഓടിച്ചില്ലായിരുന്നു ഇന്നലെ. ഈ വണ്ടി ഇന്നലെ ഫുള്ള് സർവീസ് ചെയ്ത് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ടെറസ് സെറ്റാക്കിയിട്ടിരിക്കുന്നത്. എല്ലാ വണ്ടിയും ഓക്കെയാണ്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വേറൊരു ഗറാജിലിങ്ങളൊക്കെ നമ്മളെന്തായാലും കൊണ്ടെന്തായാലും ഇട്ടിരിക്കുകയാണ്. ആ ഒരു വണ്ടികളൊക്കെ നമ്മളെന്തായാലും അവിടെ ഇട്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിലിടാൻ വലിയ സ്ഥലവും കണക്ക് ഇല്ല. അതുകൊണ്ടാണ്. നമ്മുടെ വീടിൻ്റെ പണി നമുക്ക് നോക്കണം എന്തായാലും. നമ്മുടെ വീട് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലെവലാക്കി വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്. നമുക്കിതൊരു കാര്യം ചെയ്യാം, ഫോർച്യൂണർ എടുക്കാം. അപ്പോൾ എന്തായാലും പോയി ഫോർച്യൂണറിൻ്റെ കീ പോയി എടുത്തിട്ട് എന്തായാലും വരാം. ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഫോർച്യൂണറിൻ്റെ കീ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ലക്ഷറി കീ ആണ്. ഇതാണ് നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ നേരെ നമ്മുടെ ഫോർച്യൂണറും ഞങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർച്യൂണറും എടുത്തുകൊണ്ട് എന്തായാലും നമ്മുടെ അങ്കിളിൻ്റെ ഫോർച്യൂണറും അവിടെ കിടപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും ഈ ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടി ഞങ്ങൾക്ക് നൈസായിട്ട് എന്തായാലും വെളിയിലോട്ട് ഇനി എന്തായാലും ഇറക്കണം. ഈ വണ്ടിയിൽ ഞങ്ങൾക്ക് നമ്മളെന്തായാലും ഹൈഡ്രോളിക് സസ്പെൻഷനും ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിയിൽ ആ ഹൈഡ്രോളിക് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് നല്ല ഉപയോഗമുണ്ട്. ചില ചെറിയ തട്ട് നല്ല സുഖമായിട്ട് ചാടി ഈ വണ്ടി ഇറങ്ങി വരും. അങ്കിളിൻ്റെ വണ്ടി ഷെഡികളൊക്കെയാണ്. അങ്കിൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴെന്തായാലും അങ്കിളിൻ്റെ കമ്പനിയിൽ ഞങ്ങൾക്ക് പോകുന്നതാണ്. ഇപ്പം നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് ഫസ്റ്റ് എന്തായാലും പോയി എന്തായാലും നോക്കണം. അവിടെ എന്ത് അവസ്ഥയായെന്ന് ഒരു പിടിയും തന്നെ എന്തായാലും നമുക്ക് ഇല്ല. അപ്പം നമ്മുടെ വീടിന് എന്ത് പണിയായെന്നൊരു പിടിയും തന്നെ ഇല്ല. നമ്മുടെ വീട് കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മളെന്തായാലും കൊടുത്തേക്കാണ്. വീടിന് എന്ത് കോലത്തിലായെന്നൊന്നും ഒരു പിടിയും തന്നെ ഇല്ല. അവിടെ നേരെ നമ്മുടെ കമ്പനിയിലോട്ട് പോകണം. വണ്ടി ഇതുവരെയായിട്ട് നമ്മൾ തട്ടിയിട്ടൊന്നുമില്ല. കിടിലെ വണ്ടിയും കണക്കാണ് ഈ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമുക്ക് എന്തായാലും ഇതുകൊണ്ട് നേരെ എന്തായാലും നമ്മുടെ കമ്പനിയിലോട്ട് എന്തായാലും നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീടുകളൊക്കെ നമുക്ക് എന്തായാലും കയറണം. ഓക്കെ, നമ്മുടെ വീടുകളൊക്കെ എന്ത് സ്ഥിതിയിലായി കിടക്കണമെന്നും തന്നെ ഒരു പിടിയും തന്നില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ ആളിയെ ഈ വീട് ഇങ്ങനെ ആക്കിയെടുത്താ, ഇവർ ഇത്രയും ദിവസം കൊണ്ടല്ലോ വീട് സൂപ്പറാക്കി എടുത്താ. കൊള്ളാലോ, ഇവർ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഇവർ നമ്മുടെ വീട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും വീടിൻ്റെ അകത്തുകളൊക്കെ കയറി ഇനി എത്ര ദിവസത്തെ പണി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ചോദിച്ചിട്ട് എന്തായാലും വരാം. ചുമ്മയാണോ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് എന്തായാലും വരാം. അതുപോലെ തന്നെ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. ഇപ്പോൾ എന്തായാലും അകത്തുകളൊക്കെ എന്തായാലും കയറിപ്പോയി നമ്മുടെ ഈ ഒരു വീടുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു കോൺട്രാക്ടറിൻ്റെ കൂടെ അങ്ങ് ചോദിച്ചു നോക്കാം. ഓക്കെ ഗായ്സ്, ഞാൻ അങ്ങനെ നമ്മുടെ ആ ഒരു വീടുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു കോൺട്രാക്ടറിനോട് നമ്മളെന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പുള്ളിക്കാരനുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി എന്തായാലും ഒരു 2-3 മാസങ്ങളൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത് ഇത് ബിൽഡ് ചെയ്യാനായിട്ട്. എന്നാൽ അത്രയ്ക്ക് പണി ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, ഇപ്പം തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനിയും പണിയുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ സൈഡിൽ കാണുന്ന എന്താണ് ഈ സാധനം. ഓക്കെ, സത്യത്തിൽ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ വീടിൻ്റെ സൈഡിലിങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് നമ്മളൊരു കാർ ഗറാജ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതല്ലാതെ തന്നെ ഇപ്പുറത്തൊരു വലിയൊരു എമ്മണ്ട സാധനം വരുന്നതാണ് ഈ ഒരു സൈഡിലായിട്ട്. ഓക്കെ, സർപ്രൈസ് ആണ് അത്. ഓക്കെ, പിന്നെ ഇത് മേലോട്ട് കയറിപ്പോൾ ഒരു നമ്മുടെ സ്റ്റേഴ്സ് പോലത്തെ ഒരു ഐറ്റമാണ് ഇതെന്ന് വെച്ചാൽ ഇത് പുതുതായിട്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, നല്ല പണി ചെയ്തിട്ടുണ്ട് ഇവർ. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി തന്നെ. ഓക്കെ, ഇനി കുറേ പണികളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇന്നലെ വെച്ച് കെട്ടിയതെന്നാണ് പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഏരിയ ഉണ്ടാക്കിയേക്കണം അവർ. ഓക്കെ, എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, എന്തായാലും പണി തീരട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, ഞാൻ അവനെ പ്രത്യേകിച്ച് ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ വീടൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ. ഓക്കെ, നമ്മളതല്ലാതെ തന്നെ ഒരു പുതിയൊരു വീട് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് നമുക്ക് സത്യത്തിൽ. ഓക്കെ, ഒരു വലിയ മാൻഷൻ എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതെന്താണ് വണ്ടി ഇങ്ങനെ കിടക്കണ? അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇൻഡിക്കേറ്ററുകളൊക്കെ ഇട്ടെന്നാലും നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും തിരിഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇനി നേരെ എന്തായാലും നമ്മുടെ കമ്പനിയിലോട്ട് എന്തായാലും നമുക്ക് പോണ കേസ്. ഓക്കെ, നമ്മുടെ കമ്പനിയിലോട്ട് ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ കുറച്ച് വർക്ക്സുകളൊക്കെ എന്തായാലും ഉണ്ട് കേസ്, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ടും ഞങ്ങളൊക്കെ എന്തായാലും പോവാം. ഓക്കെ, അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അവിടെ എന്തായാലും ഞാൻ എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം. ഓക്കെ ഗായ്സ്, എന്നാൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഫൈനലി എന്തായാലും നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ കമ്പനിയിൽ കണക്കെ എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഫ്രണ്ടിൽ കാണുകയാണ് നമ്മുടെ കമ്പനി. ഓക്കെ, നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ വലിയൊരു കമ്പനികളൊക്കെയാണ്. നമ്മളതല്ലാതെ തന്നെ ഒരു പുതിയൊരു വലിയൊരു ഫ്ലാറ്റ് പോലെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളെന്തായാലും നമ്മുടെ കമ്പനി അങ്ങോട്ടും കൂടെ ഒരു ബ്രാഞ്ചുകളൊക്കെ നമ്മളെന്തായാലും ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ് ഓരോ സ്പെഷ്യലായിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ടെക്നോളജീസുകളൊക്കെ കൊണ്ടുവരണതാണ് നമ്മുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ, അതാണ് ഗൈസ് ബിസിനസ്. ഓക്കെ, പുതിയതായിട്ട് വേറെയും കുറേ ഐറ്റങ്ങളൊക്കെ കൊണ്ടുവരണതാണ് ഗൈസ് നമ്മുടെ പണി കാര്യങ്ങളൊക്കെ. നമ്മുടെ മോഡേൺ ഐറ്റമാണ്. ഓക്കെ, കുറേ ഫെസിലിറ്റീസ് കൊണ്ടുവരണതാണ്. ഓക്കെ, നമ്മുടെ ഓരോ ഐറ്റത്തിലൊക്കെ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഓഫീസിൽ പിന്നെ ഇടാനായിട്ട് നല്ല സ്ഥലമുണ്ട്. ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടീനെ റിവേഴ്സ് എടുത്ത് നമുക്ക് നേരെ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. ഇങ്ങോട്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കറക്കി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, നമുക്കിങ്ങനെ തിരിച്ചിടാം. ഓക്കെ, അവിടെ നേരെ ഓപ്പോസിറ്റ് തിരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചുകൊണ്ട് പിന്നെ അപ്പുറത്തൊന്നും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനടുത്ത് ചേർത്തിടാം. ഓക്കെ, നമ്മളങ്ങനെ ചേർത്ത് കണക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടെ കറക്റ്റായിട്ട് ഇടണം. ഓക്കെ, ബോക്സിൽ കറക്റ്റായിട്ട് നിൽക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ അകത്ത് കയറി നമ്മുടെ ബാക്കിയുള്ള വർക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇന്ന് ആരും വന്നില്ലേ?
ഓ നമ്മൾ വന്നത് നേരത്തെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചില ദിവസങ്ങളൊക്കെ ഞാൻ താമസിച്ചാണ്, പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെയാണ് വന്നത്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഓഫീസിലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് എന്തായാലും കയറാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നല്ല ഓഫീസിൽ നല്ല കയറിപ്പോയി കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ വരാം. ഓക്കെ, കുറേ പണികളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ വണ്ടിയും കൊണ്ടെന്തായാലും നൈസായിട്ട് എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഞാൻ എന്താണ് ഇത്രയും പതുക്കെ ഇങ്ങനെ ഇറങ്ങിയേക്കണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ മനസ്സിലായി കാണും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റിയൊരു ഗൈസ് ആ കിടക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ പൈസ വെച്ചുണ്ടാക്കി നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ ഞാൻ അത്രയ്ക്ക് പൈസ കൊടുത്താണ് ഗൈസ് നമ്മളെന്തായാലും വാങ്ങിച്ചത്. ഓക്കെ, അപ്പം ആ ഒരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നൈസായിട്ട് ഒരുത്തൻ്റെയോടെ നമ്മളാണെങ്കിൽ ബെറ്റും കണക്ക് വെച്ചെന്തായാലും നമ്മളെന്തായാലും ഒരു റേസും കണക്ക് നൈസായിട്ട് കളിച്ചോക്കെ. അവനാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇന്ത്യയിലും കണക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും റേസും കണക്ക് കളിക്കണോണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. പക്ഷെ അവനെ വിളിച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ എന്നെ കൂളായിട്ട് അവൻ്റെ കയ്യിലുള്ള ലംബോർഗിനി ടെർസോ വെച്ച് എന്നെ നൈസായിട്ട് അവൻ നല്ല അടിപൊളിയായിട്ട് തോപ്പിച്ച്. സത്യത്തിൽ എനിക്കാണെങ്കിൽ കാറിലിങ്ങനൊക്കെ ഉള്ള ഗിയർ എന്താണ് സത്യത്തിൽ അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, അപ്പം ഈ ഗിയറിങ്ങനൊക്കെ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഗിയറിങ്ങനൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ എന്നെ കുറേ കളിയാക്കി എൻ്റെ വണ്ടി വാങ്ങിച്ചുകൊണ്ട്. ഇവിടെ ഗിയറല്ല നമ്മുടെ വിഷയം, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ് എന്നെ കുറേ ഇൻസൾട്ട് ചെയ്തു. എന്നിട്ട് എന്നെ അവൻ അടിച്ചിട്ടിട്ട് എൻ്റെ ആ ഒരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ അവൻ അടിച്ചു പറ്റിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഏതാണ് ടൊയോട്ട ഫോർച്യൂണർ വേഴ്സസ് ലംബോർഗിനി ടെർസോ എന്നുള്ള ആ ഒരു വീഡിയോയിലുകളൊക്കെ അവനെ കുറേ ഇൻസൾട്ടുകളൊക്കെ ചെയ്തു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ കേസൊക്കെ, എന്നിട്ട് ഈ ഒരു വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. അത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതെന്താണ് സത്യത്തിൽ മനസ്സിലാവത്തുള്ളൂ കറക്റ്റായിട്ട്. ഓക്കെ, പിന്നെ അങ്ങനെ തന്നെ അവൻ കുറേ ഇൻസൾട്ടൊക്കെ ചെയ്തു. അപ്പോൾ അതിനായിട്ടൊരു പ്രതികാരം ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നേക്കണം. ഓക്കെ, ഞാനാണ് ഇവിടെ ഇപ്പോൾ ആരും അറിയാതെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ക്യാപ്പൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഫുള്ളായിട്ടുള്ള വായ പറഞ്ഞ അവിടെ എന്തായാലും ഒരു മാസ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏതാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കിയിരുന്നോ ഗൈസ്? ഞാനാണ് ഈ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇന്നത്തോടെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി അവൻ്റെ എല്ലാ കാറുകളും നമ്മുടെ ഈ ഫോർച്യൂണർ നമുക്ക് തിരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ സെക്യൂരിറ്റി എല്ലാവരും കൂടെ നമ്മളെ പിടിച്ച് നേരെ നമ്മളെ അടിച്ച് പുറത്താക്കും. ഈ വണ്ടി അവൻ എടുക്കും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് കണ്ടോ? ഞാൻ ഈ കയ്യിലിരിക്കണ എൻ്റെ ഈ ഒരു ഗണ്ണിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലൊന്ന് പതുക്കെ നുഴഞ്ഞ് കയറി ഗണ്ണിട്ട് ഞാൻ കുറേ വെടിച്ച് എല്ലാം അടിച്ച് പൊട്ടിച്ച് ഇതിൻ്റെ ബ്രേക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് തൊട്ട് തന്നെ ചെറുതായിട്ട് വെടിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വെടിച്ച് ഇതിൻ്റെ ബ്രേക്കും കളഞ്ഞിട്ട് എന്തായാലും വരാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഈ ഒരു ഫോർച്യൂണറിൻ്റെ ബ്രേക്കും നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫോർച്യൂണറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്യേണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അവനാണെങ്കിൽ സ്പീഡിൽ പോണ സമയത്ത് അവൻ്റെ വണ്ടിയുടെ കൺട്രോളിങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് പോകണമെങ്കിൽ അവൻ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടിയുടെ ബ്രേക്കുകളൊക്കെ കിട്ടത്തില്ല. അങ്ങനെ അവൻ ഏതെങ്കിലും കാട്ടിൽ എവിടെയെങ്കിലും ചെന്ന് അവൻ ഇടിച്ച് അവൻ അപ്പം തന്നെ ഡെഡ് ആവണം. ഓക്കെ, അതിനായിട്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു വലിയൊരു സംഭവങ്ങളൊക്കെ കാണിച്ചത്. ഓക്കെ, പക്ഷേ ഇത് കട്ട് ചെയ്യേണ്ടോടെ നമ്മുടെ ഫോർച്യൂണറാണ് ഡാമേജ് ആവണം. ഓക്കെ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നമ്മളതിൽ ക്യാഷ് ബാക്കി സാധനമൊക്കെ ഉണ്ട്. എങ്ങനെയും നമുക്ക് ഈ ഫോർച്യൂണർ തിരിച്ചെടുക്കണം. അത്രയ്ക്ക് ആഗ്രഹിച്ചെടുത്താണ് ഈ ഒരു ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ നമ്മൾ. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ ബ്രേക്കുകളൊക്കെ നൈസായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഈ വണ്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ റിവഞ്ച് നമ്മളങ്ങനെ ഫൈനലി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഫുള്ളായിട്ട് നമുക്കെന്തായാലും ഇവനെന്തായാലും ആക്സിഡൻ്റ് അവൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ഞാൻ ഒരു ക്യാമറയും കൂടെ വാങ്ങിച്ച് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു വണ്ടിയുടെ സൈഡിൽ വിഷ്വൽ കിട്ടണ രീതിയിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവൻ ഒരിക്കലും എന്തായാലും അറിയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് എന്തായാലും ഇവൻ ആക്സിഡൻ്റ് അവനാണ് ലൈവായിട്ട് കണ്ട് രസിക്കുക, അതിനായിട്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതും കൊണ്ട് നേരെ തിരിച്ചെന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജോലിങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇത്ര നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മുടെ അങ്കിളുകളൊക്കെ നമ്മളെ വിളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ബീച്ച് വരെ എത്താൻ പറഞ്ഞിരുന്നു. ഓക്കെ, കുറച്ച് നേരം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അങ്കിൾ അങ്ങനെ എന്നെ വിളിച്ചിരുന്നത്. ഞാൻ പോയതിന് ശേഷം പിന്നെ ഇഷ്ടം പോലെ എംപ്ലോയീസ് വന്നു കേട്ടോ. അന്ന് കുറേ ഒരു ആബ്സെൻ്റ് ആണ്. പക്ഷേ ഓക്കെ, എല്ലാവർക്കും എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമ്മൾ പിന്നെ കുറേ ദിവസം വന്നില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഈ വണ്ടി ഇട്ടിരുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊരു വെടിവെപ്പിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് സത്യത്തിൽ അത് ഇതായിരുന്നു അല്ലേ? ആരോ നമ്മുടെ വണ്ടിയിൽ മനഃപൂർവ്വം നമ്മുടെയുള്ള ദേശീയ വണ്ടിയോടെ തീർത്തേക്കണം. എന്നാലും ആരായിരിക്കും? ഞാൻ ഒരാളെ പക്ഷെ കണ്ടായിരുന്നു, ഒരു ഹാറ്റൊക്കെ ഇട്ട് വന്ന ഒരു ബ്ലാക്ക് കളർ സ്വിഫ്റ്റിൽ. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആരോ നമ്മുടെ വണ്ടിയിൽ വെടി വെച്ചേക്കണം കേട്ടോ. എൻ്റെ കൂടെ ദേശീയമുള്ള ആരോ ആണ്. എന്നാലും നമുക്കെന്തായാലും ആരാണത് വണ്ടിയിൽ വെടി വെച്ചൊക്കെ. ഞാൻ ഇവിടെ വണ്ടിയുടെ ലോക്കുകളൊക്കെ മാറ്റി. ഇന്നലെ വണ്ടി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് ഇറക്കിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആരോ വെടി വെച്ച് നശിപ്പിക്കണം അതിനെ. ഓക്കെ, അത് ആരാണെന്തോ. ഇവിടെ വേറൊരു ഫോർച്യൂണറുകളൊക്കെ കിടപ്പുണ്ട്. അയ്യോ, വണ്ടിക്ക് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടട്ടെ. സീറ്റ് ബെൽറ്റിൻ്റെ അലാറങ്ങളൊക്കെ അടിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് ഇതെന്താണ് വലിച്ചിട്ട് വരാത്ത? അയ്യോ ഗൈസ്, ഇവിടെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടാണെങ്കിൽ വരണില്ല. ഇതെന്താണ്? ഇത് എത്ര വലിച്ചിട്ട് പറ്റണില്ല കണ്ട. സീറ്റ് ബെൽറ്റ് എന്താ ലോക്കായി പോയാ? അതാ സ്റ്റക്കായ? വേറെ കുഴപ്പമൊന്നുമില്ല, സ്റ്റിയറിംഗ് നല്ലതായിട്ട് തിരിയുന്നുണ്ട്. ഓ, വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഡാമേജ് ആയെന്ന് തോന്നുന്നു. സീറ്റ് ബെൽറ്റ് ഉണ്ട് കുറേ ഇടാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല വേണ്ട. സീറ്റ് ബെൽറ്റ് ലോക്കായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓ, വണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വല്ലയിടത്തും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ എയർ ബാഗ് ചാടും? എനിക്കറിയണം, പക്ഷെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സീറ്റ് ബെൽറ്റ് കണക്കാ വർക്കാവണില്ല. നമുക്ക് സൂക്ഷിച്ചൊക്കെ പോവാം. ഓക്കെ, ലോക്ക് ചെയ്തായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സൂക്ഷിച്ച് പോവാം. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി പെട്ടെന്ന് എന്തായാലും അങ്കിൾ അർജൻറ്റായിട്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പണികളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അതല്ലാതെ തന്നെ അവിടെ കമ്പനിയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് തിരിച്ച് വീട്ടിലിങ്ങനൊക്കെ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. നമ്മളവിടെ ബീച്ച് വരാനാണ് പറഞ്ഞത്. ഓക്കെ, ബീച്ചിൽ ഇങ്ങനൊക്കെ പോവാം. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഫ്രണ്ടിലോട്ട് എന്തായാലും പോവാം. ഓക്കെ, അയ്യോ വണ്ടി മറിഞ്ഞും തലകുത്തനെയൊക്കെ പോണ്. കോമഡി തന്നെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ കാര്യം. ഈ വണ്ടിക്ക് ചെറുതായിട്ട് ബ്രേക്ക് കിട്ടാത്ത പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യണം. അതിനെ തിരിക്കുന്ന സമയത്ത് ബ്രേക്ക് കിട്ടണമല്ലോ ചെറുതായിട്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കറിഞ്ഞൂടെ. ചെറുതായിട്ട് ബ്രേക്ക് കിട്ടണില്ല. വണ്ടി തെന്നി അങ്ങ് പോവുകയാണ്. ഇതെന്താണ്? വണ്ടിയുടെ ബ്രേക്ക് വലുതായിട്ട് കിട്ടണില്ല കണ്ട. അയ്യോ, വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെ പോയാ? എനിക്കറിയാം. അയ്യോ ഗൈസ്, ഇവിടെ വണ്ടി ആക്സിഡന്റ് ആയി. നൈസായിട്ട് പണി പോളി. അമ്മച്ചി ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ബീച്ചിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും കിടന്ന് എന്തായാലും ഇങ്ങനെ എന്തായാലും നീന്തി കളിക്കുകയാണ്. ഓക്കെ, അല്ല നമ്മുടെ സീജ് ഇതുവരായിട്ട് കണ്ടില്ലല്ലോ. അവ എവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമുക്കെന്തായാലും അവനെ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഒരു 2-3 മണിക്കൂർ മുമ്പായിട്ട് ഞാൻ ഇവിടെ കിടന്നിങ്ങനെ നീന്താണ്. ഞാനെ വിളിച്ചിട്ട് സത്യത്തിൽ കുറേ മണിക്കൂറായി, എന്നിട്ട് അവനെ കാണാനില്ല ഇതുവരായിട്ട്. ഇതിവിടെ പോയി ഇത്രയും ജോലി അവന് ഓഫീസിൽ. ഞാൻ ഇത്രയും നേരത്തെ വന്നല്ലോ. ഫോർച്യൂണർ കണക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും അവൻ്റെ നമ്പറിൽ കണക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, അന്നേരം അവൻ്റെ നമ്പറിൽ കണക്ക് ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഹലോ സീജ, നീ എവിടെ പോയി കിടക്കണേ? ഹലോ, ഞാനാണേ. ഞാൻ
ഹോസ്പിറ്റലിൽ നിന്നാണേ വിളിക്കുന്നത്. ഇത് സി ജെയുടെ ഫോണല്ലേ? അതെ അതെ, ഇവിടെ സി ജെ എന്ന ഒരാളെ ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഞങ്ങൾക്ക് ഒരു കാർ ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഞാൻ അവൻ്റെ അങ്കിള് ഞങ്ങളൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നിങ്ങളൊന്ന് പെട്ടെന്ന് വരിക. ഇവിടെ ആകെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് സി ജെ. അതോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഗൈസ്, നൈസായിട്ട് പണി നമ്മുടെ സി ജെക്ക് ഞങ്ങളൊക്കെ നൈസായിട്ടൊരു ആക്സിഡൻറ്റ് ഞങ്ങളൊക്കെ പറ്റി. അവൻ ഇന്ന് പോയത് മറ്റേ ഫോർച്യൂണറിലാണ്. പക്ഷേ അവനെന്തോ ഒരു ആക്സിഡൻറ്റ് ഞങ്ങളൊക്കെ പറ്റിയെന്നാണ് ആ ഒരു റിസപ്ഷനിൽ ഞങ്ങളൊക്കെ നിൽക്കണ ഒരു സിസ്റ്റർ ഞങ്ങളൊക്കെയാണ് നമ്മളെ വിളിച്ചെന്തായാലും പറഞ്ഞത്. ഓക്കെ, റിസപ്ഷനിൽ ഞങ്ങളൊക്കെ നിൽക്കണത്. ഓക്കെ, പക്ഷെ അവനെന്തോ കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്, സീരിയസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും പെട്ടെന്ന് ഞങ്ങളൊക്കെ എന്തായാലും അങ്ങോട്ട് പോകും. പാവം എൻ്റെ സീജയ്ക്ക് എന്തോ പറ്റിയാന്തോ. ഓക്കെ, നമുക്ക് ഒന്നും നോക്കണ്ട, കത്തിച്ചിടും. അവനെന്തോ ആക്സിഡൻറ്റ് എന്തോ പറ്റിയെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും വെച്ചെന്തായാലും വിടാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് കണക്ക് നമ്മളെന്തായാലും ഉടനെ തന്നെ എന്തായാലും ഇടുന്നതാണ്. നമ്മുടെ ചാനൽ കണക്ക് ഫൈനലി എന്തായാലും 340 കണക്ക് നൈസായിട്ട് എന്തായാലും ഹിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. അത് ഞാൻ പറയാനായിട്ട് എന്തായാലും മറന്നെന്തായാലും പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കണക്ക് ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാനായിട്ട് എന്തായാലും പോവേണം. ഓക്കെ, ഇതിൻ്റെ അടുത്ത വീഡിയോകളൊക്കെ ഞാൻ എന്തായാലും ഉടനെ ഇടുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് എന്തായാലും മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും നമ്മുടെ ആ ഒരു റേസിങ്ങിൻ്റെ ആ ഒരു വീഡിയോകളൊക്കെ ഇടണം. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ ഒരു റേസറുകളൊക്കെ നമുക്കെന്തായാലും ഒരു റിവഞ്ച് പോലെ നമ്മളെ കൊല്ലാനായിട്ട് ശ്രമിച്ചതുപോലെയാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്യണം. നമ്മുടെ ചാനലുകളൊക്കെ 342 എന്തായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും എന്തായാലും ചാനലുകളൊക്കെ എന്തായാലും ഹിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ലെവലിൽ കണക്കണം. അപ്പോൾ ഇനിയും നിങ്ങൾ എന്തായാലും ഇതേപോലെ എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ എന്തായാലും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് പഠിച്ചാലും ഗുഡ് ബൈ. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാവരും ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.